വീല ജീവ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കൊറേ ഇച്ചു ശ്രദ്ധിക്കണേ. വീഡിയോ കണ്ടാൽ മതി. അല്ല അങ്ങനെയാണല്ലേ. അപ്പൊ നമ്മൾ മോള് പറയുന്നതനുസരിച്ച്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ്. ആദ്യം നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യണേ. എനിക്ക് ഈ വീഡിയോ കണ്ടാൽ മതി. അല്ല അങ്ങനെയാണല്ലേ. അപ്പൊ നമ്മൾ മോള് പറയുന്നതനുസരിക്കണം. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ. ഇന്ന് വീഡിയോ എടുക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് തോട്ടട പാറപ്പള്ളിക്കേന്ന എന്ന ഒരു ബീച്ചിലാണ്. ശരി, നല്ല വെയിലുണ്ട്, കണ്ണ് തുറക്കാൻ പറ്റാത്ത വെയിലാണ്. ഒരുപാട് ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് എവിടെ പോകാൻ പറ്റിയിട്ടില്ല മക്കളെയും കൂട്ടിയിട്ട്. അന്നേരം എല്ലാവർക്കും പനിയാണ്. ഒന്നെങ്കിൽ മോക്ക് പനിച്ചു, മോനിക്ക് പനിച്ചു, പിന്നെ എനക്ക് പനിച്ചു. അങ്ങനെ പനിയുടെ ഒരു ബഹളം തന്നെയാണ്. പനി വന്നാൽ തന്നെ അതൊട്ടും പെട്ടെന്ന് മാറുന്നില്ല. അപ്പോൾ വിചാരിച്ച് കുട്ടികൾ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എവിടെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വിചാരിച്ചു നമുക്കൊന്ന് ജസ്റ്റ് ഇവിടെ പാറപ്പള്ളി എന്നൊരു ബീച്ച്, തോട്ടട ഏര കണ്ണൂർ എന്ന ആ സ്ഥലത്ത് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ പ്രകൃതി രമണീയമായ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണിക്കാം എന്ന് കരുതിയാണ് കുട്ടികളായിട്ടുള്ളത്. ഉമ്മയുണ്ട്, മക്കളുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്തിലൊന്നും വന്നാൽ കൂടെ ഒന്നും ഇരിക്കില്ല. കണ്ട അടികയിലും കളി തന്നെയാണ്. ഉമ്മക്കടി ഭയങ്കര പേടിയാണ്, കടലല്ലേ. ഉമ്മ ഒച്ചപ്പാട് തന്നെയാണ്. ഉമ്മ ഒരുപാട് ദിവസങ്ങൾ മാസങ്ങളായി ഏടി പോവാത്ത. അപ്പോൾ ഞാൻ ഉമ്മാണ് കൂട്ടിക്കൊണ്ടു വന്നതാണ്. ജസ്റ്റ് നമുക്കൊന്ന് പോവാം. നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വന്നാൽ ശരിക്കും പറഞ്ഞാൽ മൈൻഡ് റീഫ്രഷ് ആവും. ഇത്ര വീട്ടിൽ തന്നെ ഇരുന്നാലും മൂഡ് ഔട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് നമ്മളിങ്ങനെ കുറച്ച് എന്താ പറയുക മൈൻഡ് ഫ്രീ ആയി ഒരുപാട് കാണാനും നല്ല കാറ്റും വെളിച്ചവും ശുദ്ധവായു ഒക്കെ കണ്ട് നമുക്കിങ്ങനെ കുറച്ച് സമയം ഇരിക്കുമ്പോൾ കുറേ ടെൻഷൻ അങ്ങനെ ഫ്രീ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മക്കളെയും കൂട്ടി ഞാൻ വന്നത്, ഉമ്മാനെയും കൂട്ടി ഞാൻ വന്നത്. ഇവിടെ അടിപൊളി അതാണ് അവസ്ഥ, ഇവരെ കൂട്ടിപ്പോയ ഇതാ അവസ്ഥ. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചത്. നല്ല വെയിലുണ്ട്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ മുഖത്തടിക്കുന്ന ഒരു വെയിലാണ്, കണ്ട. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ മെയിനായിട്ടൊരു പള്ളിയുണ്ട് കേട്ടോ. ആ പള്ളിയാണ് പാറപ്പള്ളി എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്കിൽ കാണുന്നുണ്ട്, അതാണ് ആ പള്ളി. അപ്പോൾ കുറച്ച് വെയിലൊന്ന് കുറയട്ടെ, എന്നാൽ മാത്രമേ എനിക്ക് കുറച്ച് നല്ലൊരു ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഓക്കെ, ഞാനും ഉമ്മയും ഒരേ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ആക്കിയത്. നമ്മൾ അത് പറയാൻ പോകുന്നത് നമ്മൾ രണ്ടാളും ഒരേ ഡ്രസ്സാണ് അല്ലേ. അപ്പോൾ എനിക്ക് ഫുൾ കൈ അടിച്ചിട്ടില്ല, ബാക്കി തുണി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയും കൂടി അടിച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഫുൾ കൈ ആക്കാൻ പറ്റിയില്ല. അടുത്ത വർഷം ഫുൾ കൈ ഇങ്ങനെ ഉമ്മാനെ പോലെ തന്നെ. അതല്ല പോട്ടെ, സ്ഥലം എങ്ങനെയുണ്ട്? ബീച്ചിൽ നോക്കി നീ അടി ചെയ്യാണ്ട് നോക്ക്. ഇതെവിടെ പോയാലും ഈ ആങ്ങളും പെങ്ങളും അടി തന്നെയാണ്. അടിക്ക് വെറുതെ അടിക്കും. അടിച്ചുമ്മ അടി, ഈ അടി തന്നെ ശരണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാണാം. ഭയങ്കര കാറ്റടിക്കും. കാണിക്കാം വീല ജീവ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കൊറേ. ഇച്ചു ശ്രദ്ധിക്കണേ, സ്വിമ്മിംഗ് പൂളൊന്നുമില്ല. ഇച്ചു ശ്രദ്ധിക്കണം, അങ്ങോട്ട് പോരുതേ. കണ്ട, ഇതിലോട്ട് ഇറങ്ങാം. ഇച്ചു അങ്ങോട്ട് പോകണ്ട. ജീവ വീണ് പോകുമ്പോളെ ശ്രദ്ധിച്ചു, അങ്ങോട്ട് പോരുതേ. ഉമ്മ ഒച്ചപ്പാടാക്കുവേ. ശ്രദ്ധിക്കണേ, ഉമ്മ വരുന്നില്ല. ഇന്ന് ഞാനും ഇറങ്ങട്ടെ. ഇവരൊറ്റ കഴിച്ചാൽ ശരിയാവില്ല, വീണിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അതാണ് പള്ളി. അതാ വരുന്നത്, അവിടെ ഉണ്ട്. ഇല്ല, അങ്ങ് പോയിരുന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പാറപ്പള്ളി. ഇവിടെ ശരിക്കും എല്ലാ ഞായറാഴ്ച നല്ല തിരക്കായിരിക്കും.
തിരക്കായിരിക്കും. നമ്മൾ വന്ന ഓട്ടോ ഉണ്ടോ. ഇന്ന് ഞായറാഴ്ച അല്ലാത്തതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം തന്നെ ഇവിടെ വന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ഇറങ്ങാനോ ഒന്നും നടക്കാനോ ഒന്നും കഴിയാത്ത ഒരു അവസ്ഥ ആയിരിക്കും. അപ്പം ഞാൻ ഇന്ന് ഉമ്മാനോട് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ദിവസം പോവാം, നാളെ ശരിയാവില്ല, എല്ലാ ഞായറാഴ്ചയും ശരിയാവില്ല, അപ്പോൾ ഇന്ന് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇതാണ് നമ്മളെ ബീച്ച്. ഇത് എന്താ അങ്ങ് കാണുന്നത് കണ്ണൂർ ആയിക്കര എന്ന് പറഞ്ഞ ആ സ്ഥലം. പിന്നെ ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാറപ്പള്ളി ബീച്ച്. ഇല്ല അങ്ങോട്ട് പോകില്ല, അമ്മ പേടിക്കണ്ട. ഇനി വാ, ഇങ്ങോട്ട് നമുക്കിതൊന്ന് കാണിച്ചു കൊടുക്കാം. ഇല്ല ഉമ്മാക്ക് പേടിയാണ്. ഇല്ല ഉമ്മ നമ്മൾ പോവില്ല, പേടിക്കണ്ട. ഉമ്മാക്ക് അല്ലെങ്കിലേ പേടിയാണ്. സൈഡിൽ ഇങ്ങനെ കുറേ തെങ്ങുകളെല്ലാം കാണാൻ എന്ത് രസമല്ലേ, സൂപ്പറാണ്. ശരിക്കും നമുക്ക് ഇതെല്ലാം പോലുള്ള സ്ഥലങ്ങൾ ഉണ്ടായിട്ടല്ലേ നമ്മൾ പുറത്തെല്ലാം. ഇല്ല ഉമ്മ ദൂരെ ദൂരെ ഓരോ സ്ഥലങ്ങളിലെല്ലാം ശരിക്കും പോകുന്നത്. സ്വന്തം നാട്ടിൽ ഇങ്ങനെയുള്ള ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമുള്ളപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളില്ലേ വിഡ്ഢികളാണല്ലേ, പുറത്താ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെയെല്ലാം വരാറുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ സ്വന്തം നാട്ടിൽ തന്നെ അധികം ബീച്ചും അങ്ങനെയാണ് നമ്മൾ ചിലവഴിക്കാറ്. ആ ആ നല്ല വെയിലുണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഇങ്ങോട്ടേക്ക്. കുറച്ച് വെയിലൊന്ന് കുറയട്ടെ. ചായ ഒരു പ്രത്യേക ഇവർ പറഞ്ഞ എന്താണെന്നറിയോ, ഇവിടെ നല്ല ചായയും കടിയും കിട്ടും. അപ്പം അവിടുന്ന് ചായയും കടിയെല്ലാം വാങ്ങിത്തരണേന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ചായ കുടിക്കാണ്ട് വന്നത് അല്ലേ. ചായ വേണ്ടേ? ആയിട്ടില്ല, വാങ്ങിത്തരാ. എല്ലാം വാങ്ങിക്കാം. കുറച്ച് വെയിൽ പറയട്ടെ. ഓക്കെ. അപ്പോൾ ഇവിടെ ഇല്ലേ കുറേ ഇങ്ങനെ കുറേ പാറകളും നല്ല വ്യൂ മാത്രം കാണാൻ പറ്റും കേട്ടോ. പിന്നെ ചെറിയൊരു ഹോട്ടലുണ്ട്, ചായയും ചെറിയ സ്നാക്സ് ഐറ്റംസ് വെക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയാണ് പാറപ്പള്ളി എന്ന് പറയുന്നത്. ചിത സ്പൈഡർമാനെ പോലെ കയറുന്നുണ്ട്. വേണ്ട സേവ് ഇതിലേ വാ, ഇതിലേ കയറി, ഇതിലേ കയറിക്കും, കയറി കയറി വീഴല്ലേ. ഇതെന്തിനാ ഈ ബാഗിൽ എന്താ ഉള്ളേ? നിങ്ങളെല്ലാം കയറി ഉമ്മാനെ കയറ്റാൻ ആളില്ല കേട്ടോ. വേണ്ട എന്നാ ബാഗ് പിടിച്ചോ. അവിടെ കാണുന്നില്ല, അതാ ഞാൻ പറഞ്ഞ ചെറിയൊരു ചായപ്പീടിയ. ഇല്ല അങ്ങോട്ട് പോണ്ടേ, താഴോട്ട് പോണ്ട. താഴെ ഇറങ്ങണ്ട, താഴെ ഇറങ്ങണ്ട ഇച്ചു. അങ്ങോട്ട് ഞാൻ ഇല്ല ഒരു ഫുൾ പാറയത് വീണോ മോനെ. ഇങ്ങനെ ഓടിക്കളിച്ച് ശരിയായി. ഇത് ദൈവം ഇറങ്ങണ്ട. പിന്നെ അത് അവിടെ പോയി കണ്ടില്ലേ, ആ കടലിൻ്റെ നടുക്ക് അത് തുരുത്താട്ടാ. അത് നമ്മളെ തലശ്ശേരി ധർമ്മടം തുരുത്തത്. അത് അങ്ങ് കാണില്ല, എനിക്ക് സൂം ചെയ്ത് കാണിച്ചാൽ കണ്ടാ. അതാണ് തലശ്ശേരി ധർമ്മടം തുരുത്ത്. അവിടെ ഇപ്പോൾ ഫെസ്റ്റിവലെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ അവിടെ നിങ്ങൾക്ക് കാണുമോയെന്ന് അറിയില്ല, അവിടെ ഇങ്ങനെ വണ്ടികൾ പോകുന്നുണ്ട്. ഡ്രൈവിംഗ് ബീച്ചാണ്, മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. ശരിക്കും ഇവിടുന്ന് എല്ലാം കാണാൻ പറ്റും. തുരുത്തും ഡ്രൈവിംഗ് ബീച്ചും പിന്നെ ടൗണും ഒക്കെ ഇവിടുന്ന് കാണാൻ പറ്റിച്ചു. നീ ഇങ്ങോട്ട് വന്നേ, പേടിയായിരുന്നു. ശരിക്കില്ലേ വീഡിയോ മാത്രമല്ല ഇവരും കൂടി ശ്രദ്ധിക്കണം. ഇവർ പല ദിക്കിലാണ് നടക്കുന്നത്. പേടിയാണ് ഇവരും കൊണ്ട് വരുമ്പോൾ. ഉമ്മാക്ക് പേടിയായി. ഇല്ല ദൂരെ പോകുന്നില്ല, പേടിക്കണ്ട. ഇല്ല ഉമ്മ പേടിക്കണ്ട. ഇവർ ഓടിക്കളിക്കുന്നത് അതാ പ്രശ്നം. ഇവർ അടങ്ങിയിരിക്കൂല, ഇവരിങ്ങനെ ഓടിക്കളിക്കലാന്ന്. ഇവര്
ഓടിക്കളിക്കല്ലേ, റിസൾട്ട് അനങ്ങാണ്ടിരുന്നേ. കുറച്ച് അങ്ങോട്ട് മാറി. ആ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്. യൂനോ കാടാ നിങ്ങൾ കളിക്കുക കേട്ടോ, ഓടിക്കളിക്കരുതേ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഈവനിങ്. ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഈ സ്ഥലങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. ഈ ചെറിയ കുട്ടി വ്ളോഗ്, കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഒന്നാമത് വെയിലായതുകൊണ്ട് ശരിക്കും ക്ലിയറില്ല, മുഖത്തേക്ക് അടിക്കുന്നത് വെയിൽ. പക്ഷെ എന്നാൽ നല്ല ഒരു 4 മണി ആ ടൈമുള്ള വെയിലില്ല. മാറിയില്ല. കളിക്കുന്ന അടങ്ങിയിരുന്ന് കളിച്ചൂടെ നല്ല മക്കളായിട്ട് അടിയെല്ലാം പോയിട്ട്? ഇപ്പൊ നല്ല കളിയാണ്. കണ്ടോ, ഇതുപോലെ മക്കളുമായിട്ട് കളിക്കണം ശരിക്കും. കിട്ടുന്ന ചെറിയ ചെറിയ അവസരങ്ങൾ നമ്മളിപ്പോ ദൂരെ എവിടെയും പോകുന്നില്ലെങ്കിലും അടുത്ത് മതി, അല്ലെങ്കിൽ പോട്ടെ വീട്ടിലായാലും കുഴപ്പമില്ല. അതുപോലെ മക്കളെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. നമ്മളും മക്കളെ കൂടെ ഫ്രീ ആയിട്ട് അങ്ങനെ കളിക്കുക. ഉമ്മ മക്കളെല്ലാം ഫ്രണ്ട്സ് ആയിട്ട് അല്ലേ? അങ്ങനല്ലേ? അങ്ങനെയല്ലേ അപ്പ? അങ്ങനെയല്ലേ കളിക്കല് അല്ലേ? യൂനോ കാടെല്ലാം കൊണ്ടാന്ന് സേവി വന്നിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനത്തെ ഒരു കാടാണ്, കുറേ കളറുണ്ട്. വീട് കിട്ടുന്ന ഇങ്ങനത്തെ ഒരു അവസരങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലെ ഉള്ള ഉമ്മമാർ ഒരിക്കലും പാഴാക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. അപ്പം മക്കളും ഹാപ്പിയാവും, നമ്മളും ഹാപ്പിയാവും അല്ലേ? ജീവിതത്തിൽ ഇതേപോലെ കിട്ടുന്ന കുറച്ച് നല്ല നിമിഷങ്ങൾ, കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അത് ഇതുപോലുള്ള അവസരത്തിൽ നമ്മൾ മാക്സിമം ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, മക്കൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അതാണ് ഏറ്റവും വലിയ സന്തോഷം അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ വേറെ പക്ഷെ എന്തെല്ലോ പറയണമെന്നുണ്ട്. എന്തോ വീടിൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ ഒന്നും കിട്ടില്ല, കുറച്ച് കഴിഞ്ഞ് വിചാരിക്കും എന്തൊക്കെയോ പറയണം, ഒന്നും കിട്ടുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അല്ലേ? ഉമ്മ എനിക്ക് വെയിലുള്ളുന്നേറ്റിട്ട് മറങ്ങി എന്നിനിപ്പാവും. ഉമ്മനെ കാണുന്നുണ്ടോ? ഉമ്മക്ക് വെയിലുള്ളുന്നില്ലേ? ചായ വേണോ? ആയാ ചായ കുടിച്ചു പോവാ. പിള്ളേർക്ക് ചായ വേണമെന്ന് പറയുന്നുണ്ട്, കുറച്ച് കുടിക്കുക. അവിടെ ഇരിക്കും, പാടിയിരുന്നോ? ഈ ഉമ്മാനെയും കൂട്ടി വന്ന് ഉമ്മക്ക് ഭയങ്കര പേടിയാട്ടാ. നമ്മളെ പേടി, ഉമ്മക്ക് ഭയങ്കര പേടി. പോവില്ല, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ താഴോട്ട് പോകുന്നില്ല, താഴോട്ട് നടക്കുന്നില്ല. ഇതിന് ഗ്യാപ്പ് വെച്ച് നടക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, താഴോട്ട് നടക്കുമ്പോൾ പ്രശ്നമുള്ളൂ. ശരിക്കും നല്ല അടിപൊളി സംഭവം തന്നെ അല്ലേ? നല്ല കാറ്റുമുണ്ട്. സാരില്ല, അത് നമ്മൾ ശരിയായിട്ട് വേറെ ഓട്ടോയിലാണ് നമ്മൾ വന്നത്. ആ നല്ല കാറ്റുമുണ്ട്, നല്ല വെയിലുമുണ്ട്, എല്ലാം ഉണ്ട്. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. സൂര്യൻ ഇങ്ങനെ ഇതാ ഡയറക്റ്റ് അടിക്കുന്ന മുഖത്തേക്ക്. ശരിക്കും ഇവിടെ ശരിക്കും വരണമെന്നുണ്ടെങ്കിൽ ഒരു 6 മണി ആ ടൈമിനായാൽ നമുക്ക് നല്ല സീനറി കിട്ടും, വെയിലില്ലാത്ത. ഇതിപ്പോൾ ഒരു 4 മണി 4:30 മണി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതാണ് നമുക്ക് മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുന്നത്. പക്ഷേ ഈ വെയിൽ നല്ലതാണ്, വൈറ്റമിനുള്ള വെയിലാണ്, മുഖത്ത് നല്ലതാണ്, വൈറ്റമിൻ ഡി അല്ലേ? അതാന്ന് തോന്നുന്നു. മക്കൾ ഓട്ടോ പോയിട്ട് കളിക്കുന്നുണ്ട്, അവർ കാട് കളിക്കും, യൂനോ കാട് കളിക്കും. കുറച്ച് കഴിഞ്ഞാൽ അവർ പിന്നെയും പൊട്ടും, പിന്നെ അടി തുടങ്ങും, പിന്നെ സ്നേഹവും, പിന്നെ അടി തുടങ്ങും. അങ്ങനെയാണ് അവരെ കാര്യം. എല്ലാവരും അങ്ങനെ തന്നെ, എല്ലാ മക്കളും അങ്ങനെ തന്നെ അല്ലേ? ചില സമയം നല്ല എന്താ പറയുക, നല്ല സ്നേഹമായിരിക്കും, ചില സമയം അവരടി കൊട്ടും. അപ്പം അങ്ങനെയാണ് സംഭവം. ഇവിടെ ഇല്ലേ, ഇവിടെ കുറച്ച് അങ്ങോട്ട്
അങ്ങോട്ട് ഏറെ ഒരു ബീച്ചുണ്ട്. ആ ബീച്ചിൽ ചെറിയ ചെറിയ ഇതേപോലെ പാറൊക്കെ ഇട്ടുണ്ട്. ഇത് കണ്ട കാണിച്ചുതരാം. അതായത് അങ്ങോട്ട് കാണിച്ചുതരാം. ഒരു ഏറെ ബീച്ചുണ്ട്. നമ്മളെ ഈ ബീച്ചിൻ്റെ അപ്പുറം ഒരു ബീച്ചുണ്ട്. ആ ബീച്ചിൻ്റെ ആ സൈഡിൽ ഇത് ഈ പാറ ഞാൻ കാണിക്കുന്ന ഈ പാറകളില്ലേ അതിൻ്റെ സൈഡിൽ എന്നാൽ പിന്നെ അതെല്ലാം പോലത്തെ പാറ നമ്മൾ നമുക്ക് നടന്നിട്ട് പോയിട്ട് പറിക്കാം. കുറേ വെള്ളമൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. അത് അപ്പുറത്തെ ഭാഗത്തായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റാത്തതാണ്. അവിടെ ചെറിയ ചെറിയ കല്ലുമ്മക്കായി ഉണ്ടാവും. നമ്മളെ നാട്ടിൽ കല്ലുമ്മക്കായി എന്നറിയോ, ചില സ്ഥലത്ത് അത് കക്കാന്ന് അറിയും അല്ലേ, വേറെന്താ അറിയുക, അങ്ങനെയൊന്നുമല്ലേ, അങ്ങനെ പറയും. അപ്പോൾ ആ കല്ലുമ്മക്കായ ചെറിയ ചെറിയ കല്ലുമ്മക്കായ ആയിരിക്കും, കുറച്ച് വലുതും ഉണ്ടാവും. അത് നമ്മൾ കൊടുവാളോ അല്ലെങ്കിൽ എന്താ സ്ക്രൂ ഡ്രൈവർ അങ്ങനെയെല്ലാം പോലത്തെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് പോയിട്ട് നമ്മളത് കുത്തി 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 ഇളക്കി 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 എടുക്കാം. നമുക്ക് എത്ര മണി പറിക്കാം, ഒരു പ്രശ്നമില്ല. ആ ചില സീസണിൽ അതുണ്ടാവും. അത് നമ്മൾ ഒരു 2-3 വർഷം മുന്നേ നമ്മൾ പോയിട്ട് അതേപോലെ കുത്തി കുത്തി എടുത്തിന്. അന്നേരം ഞാൻ ഒരു വീഡിയോ ഒന്നും ചെയ്യുന്ന ഒരു സമയമല്ല. അന്നേരം ആ സമയമാണെങ്കിൽ ഞാൻ അതെല്ലാം എടുക്കുകയാണ്. പക്ഷെ എന്തോ നല്ല രസം, കുറേ ആൾക്കാരുണ്ടാവും. ഇവിടെ നിന്നെല്ലോ ആൾക്കാർ വരും അതെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവമല്ലേ. ചെറിയ ചെറിയ കല്ലുമ്മക്കായ അത് നമുക്ക് അത് വറുക്കാൻ നല്ല ടേസ്റ്റല്ലേ, വറുത്ത് നല്ല ടേസ്റ്റ്. ആ സംഭവം ഉണ്ട്. ഇനിയിപ്പോൾ സീസൺ ആയിട്ടില്ല, ഇൻഷാ അല്ലാ അത് ആയിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് പറിക്കുന്നതൊക്കെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ടാവും. പക്ഷേ കുറേ അങ്ങോട്ട് പോകണം. സീസൺ ആണോന്ന് അറിയില്ല, ആയിരിക്കും. അല്ലേ ഇപ്പോൾ ചെറിയ ചെറിയ കല്ലുമ്മക്കായ സീസണാ ഉണ്ടാവല്ലേ, ഉണ്ട്. അപ്പം ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ഞാൻ അവിടെ ഏരക്കടപ്പുറം പോയിട്ട് എടുക്കാം. അവിടുത്തെ ബീച്ചൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബാക്കിൽ ഒരാളവിടെ ഇരുന്നിട്ട് വേണ്ട ചൂണ്ടയിടാൻ വന്നത്. ചൂണ്ടയിടാൻ വന്നിന് അതാ സെറ്റാക്കുന്നുണ്ട്. ചൂണ്ട വീണോ ഇങ്ങോട്ടും ഓടിക്കാം. പിന്നെ ഓള് എന്ത് സാധനം എടുത്താലും അത് റിച്ച് ചായ ഒക്കെ പോയിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ ചെറിയ ചായപ്പീടിയ. എന്തെല്ലാം ഉണ്ട് നോക്കാം നമുക്ക്. ചായ 1, 2 ഉമ്മക്ക് ഒന്ന് വാങ്ങി കുടിച്ചോ. ഉമ്മ ഏടെ പോലും ചായ കുടിക്കും. എന്തെല്ലാം ഉണ്ട്? ബർഗർ, മുട്ട വെച്ച് ചൂടുണ്ടാ? ഇവിടുന്നുണ്ടാക്കിയതാ? ഇവിടുന്നുണ്ടാക്കുന്നതാ? ഒരു ബർഗർ. ചായ, കാപ്പിയുണ്ട്. കട്ടനുണ്ടല്ലോ പുതിന. എന്താണ് ചിക്കൻ? എന്താ ഒരു ബർഗർ. ജൈവക്ക് എന്താ വേണ്ടേ? ഒരു പുതിനന്റെ കട്ട, ഒരു പാൽ ചായ. കടി ജൈവക്ക് എന്താ വേണ്ടേ? ഒരു ബോണ്ട, ഒരു മുട്ട ബജി, ഒരു പരിപ്പ് വട. അതെ, മതി. ചായ 2 ചായയോ 2 പുതിന ഇട്ട കട്ടാണ്. വിടൂ പിടിക്കും. ആയിരിക്കാം, പിടിച്ചേ. അവിടെ വെക്കാം. വാ അല്ല ചായ എനിക്ക് ചായ മേടിച്ചു കൊടുക്കട്ടെ. ചായ ആകുന്നുണ്ടോ? വേണ്ട പാൽക്കട്ട. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ. അപ്പോൾ ഇവിടെ നല്ല ലഘു കടികളുണ്ട് കേട്ടോ. ചെറിയൊരു ഹോട്ടലാണ് സംഭവം. അടിപൊളി, സൂപ്പറാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം പോലത്തുള്ള ചായപ്പൊടി നല്ല ചായയും കടിയെല്ലാം കുടിക്കാൻ നല്ല ടേസ്റ്റല്ലേ. അത് പ്രത്യേകതര രസമാണ്. നമ്മൾ ഒരു വലിയൊരു ഹോട്ടലിൽ പോയി കിട്ടും ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇത് കിട്ടൂല അല്ലേ? അങ്ങനെയല്ലേ? ദൈവാ അവിടെ ഇരുന്നിട്ട് വന്നു മോളെ, ഇരുന്നിട്ട് വന്നു. ചായ ആയിട്ട് ചായ ഇപ്പം വേണ്ട. ചൂടുണ്ടുമ്മാ, ചൂടുണ്ട്. തിന്നോ. എടുക്ക, ഒരു പ്ലേറ്റ് എടുക്കെടുക്ക്. മുട്ട വെച്ചെടുക്കും.
അത് പരിപ്പല്ല കൊണ്ട് അച്ഛൻ ഇന്നലെ അരച്ച് വെച്ചിട്ട് രാവിലെ അരച്ചതാ. ചെറിയൊരു പുളിപ്പ്. എടുക്ക് പ്ലേറ്റ് എടുക്ക് എടുക്കുമ്പോളെ എടുക്ക്. കുറച്ച് ആൾക്കാരെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വണ്ടികളെല്ലാം വന്ന് നമ്മൾ വരുമ്പോൾ ആരും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഫുള്ള് വണ്ടികളായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. പറഞ്ഞിട്ടില്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. നല്ല കാറ്റും നല്ല കടിയും നല്ല ചായയും നല്ല കടലും നല്ല രസമുണ്ടല്ലേ. നല്ല ആള് വരുന്നുണ്ട് കേട്ടോ. നമ്മള് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നേരത്തെ അല്ലേ? നമ്മള് നേരത്തെ ഉണ്ടായിട്ടുള്ളൂ. ആടെ വണ്ടി വെക്കാൻ പറ്റൂ? അപ്പൊ നടക്കാൻ പറ്റൂ? ഒരു മുട്ട ബജിയും കൂടി. നമ്മൾ ചായ കുടിക്കും. ഉമ്മ ഷിജുവേട്ടിന്റെ കട്ടൻ ചായ അല്ലേ? ചൂടുള്ളോ? കപ്പിൾസ് എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. അടിപൊളിയാണ്, അടിപൊളി. ഇവിടെ ചൂണ്ടിടുന്നുണ്ട് ഒരാള്. അവിടെ വെച്ചിട്ട് തന്നുണ്ട്. കണ്ട കുറച്ച് ആൾക്കാർ അത് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ അതാ അവിടെ അങ്ങോട്ടെല്ലാം ഇറങ്ങി നടക്കാം കേട്ടോ. ആ ഭാഗത്ത് ആ ബാക്കിൽ, ആ പള്ളിൻ്റെ ബാക്കിലെല്ലാം ഇറങ്ങി കുറേ അങ്ങോട്ടെല്ലാം നടക്കാം. നടക്കാം. കുറച്ച് റിസ്ക് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ റിസ്ക് നോക്കിയിട്ടില്ല. കുട്ടികളായിട്ട് വന്നതുകൊണ്ട് അങ്ങനെ ഒരു പേടി. പിന്നെ പോന്നാളെല്ലാം പോകുന്നുണ്ട്, നമ്മൾ വന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നതാണ്. നമ്മൾ ഏകദേശം എല്ലാം കഴിഞ്ഞ് പാർട്ട് 2 വരും. അപ്പം ഇപ്പം നമ്മൾ ചായയെല്ലാം കുടിച്ച് അല്ലേ? വാ ദൈവ വാ മോളെ വാ. അപ്പം നമ്മൾ ചായയെല്ലാം കുടിച്ച് നല്ല അടിപൊളി കടി. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ടേ? പറ. വേണ്ട അപ്പൊ പറ. വൈൻഡപ്പ് ചെയ്യണ്ടേ? വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ടേ? പറ. മുട്ടായി വാങ്ങി തിരക്കാം. നമ്മളെ ഇന്നത്തെ ഈ ഒരു ചെറിയ കുട്ടി വ്ളോഗ് ഇവിടെ, ഈവനിങ് വ്ളോഗ് ഇവിടെ കഴിഞ്ഞ് നമ്മളെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നതാണ്. ഇപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും, ഞാൻ വന്ന ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എങ്കിലേ നമുക്ക് പറ്റും. അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സ്നേഹിക്കുക, ഒരു കുടുംബത്തെ പോലെ കണ്ട് നമ്മുടെ കൂടെ നിൽക്കുക അല്ലേ? എനിക്ക് നമ്മൾ പോകുന്ന. അപ്പം ടാറ്റ പറ. ഓക്കെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് വരാം. പുതിയൊരു വീഡിയോയായി നമുക്ക് വരാം. അസ്സലാമു അലൈക്കും. ബൈ.